ഇന്ന് NH വ്ലോഗ് കാഞ്ഞാണി ഹിന്ദു മണ്ഡപത്തിലോട്ടൊരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ബസ്സിൽ പോണതുകൊണ്ടില്ല. ശരിക്കും ബസ്സിൽ യാത്ര ശരിക്കും പാട്ടും കേൾക്കുന്നത് നല്ല രസമാണ്. ഞങ്ങൾ പണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ വഴിയാണ്. അപ്പോൾ കോളൊക്കെ കടന്നിട്ടുണ്ട്. ഒളരി അമ്പലമാണ്. ഒളരി അമ്പലം കഴിഞ്ഞിട്ട് പിന്നെ പാടാൻ കുറേ നാൾക്ക് ശേഷം ബസ്സിലൊക്കെ അതിലൂടെ പോയപ്പോൾ നല്ല രസമായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു ബസ്സിന്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, പേടിച്ചു പോയി ശരിക്കും. കാഞ്ഞാണി സെൻറ്ററിൽ തന്നെയാട്ടോ നമ്മൾ. ഒരു മാമനാണ് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഞാൻ ഭീഷണിപ്പെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ് മാമിൻ്റെ അടുത്ത്. സദ്യക്ക് വേണ്ടി വേണ്ട 12:15 വെറുതെ നിന്ന് വിശന്നു പോയി. തണുപ്പുണ്ടാ സദ്യ വന്നിട്ട് ശക്ത മൊത്തം കാണാലോ സുബ്രു. എന്ന് ബോട്ട് ചെട്ടിയാ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാ ശക്തൻ നന്നായിട്ട് കാണാം. ഞങ്ങളിതാ തിരിച്ചിറങ്ങിയത് ലിഫ്റ്റിലാണ് കേട്ടോ. ലിഫ്റ്റിൽ ചെന്ന് നേരെ ഇറങ്ങിയത് ഫ്ലവർ ഷോയുടെ മുന്നിലോട്ടാണ്. ആ തിരക്കുള്ള റോഡൊന്നും ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. കാരണം ശക്തനിന്ന് നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല, അത്ര ട്രാഫിക്കാണ്. പക്ഷേ ഈ ആകാശപാതയിൽ പോയി നമുക്ക് ഏത് ഏരിയയിൽ ഇറങ്ങണ്ടെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ സ്റ്റെയർ ഉണ്ട്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ അവിടെ ഫ്ലവർ ഷോൻ്റെ അവിടെയാണ് ഇറങ്ങുമ്പോൾ കേട്ടോ. ഫ്ലവർ ഷോ കണ്ടു അവിടെ ഇറങ്ങുമ്പോൾ. അപ്പം അങ്ങോട്ട് പോയിട്ട് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു 60 രൂപേൻ്റെ ടിക്കറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പം 60 രൂപയ്ക്ക് കാണാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഓ മായാ ലോകം തന്നെയായിരുന്നു കേട്ടോ. പൂക്കൾ കൊണ്ടുള്ള മായാ ലോകം ശരിക്കും അടിപൊളിയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഫ്ലവർ ഷോൻ്റെ ഫുൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അത് ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് അടുത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇതാ പലതരം കള്ളിമുൾ ചെടികൾ, അതൊക്കെ കാക്ടസ് ആണ് കേട്ടോ. റോസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏത് മോഡൽ വേണം. ഇതിൻ്റെയൊക്കെ വിത്തും അതുപോലെ തന്നെ ചെടികളെല്ലാം അവിടെ കിട്ടും കേട്ടോ. ആമയുടെ മുഖം പെരിച്ചായുടെ പോലെ ഉണ്ടെന്ന് പറയണം അവർ കേട്ടോ. പൂക്കൾ കണ്ടില്ല, ഇത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അടിപൊളി.